ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊല ചെയ്യപ്പെടുകയാണ്. അതാ മഹാനവറുകൾ കൊല ചെയ്യുന്നതിന് എനിക്ക് മുമ്പ് പറയാണ്, ഇന്നി റഅയ്തു റസൂലുള്ളാഹി അൽ ബാരിഹത ഫിൽ മനാമി, ഞാൻ ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. എന്നിട്ടോ വറഅയ്തു അബൂബക്കറിൻ വഉമറ, ഞാൻ അബൂബക്കർ തങ്ങളെ കണ്ടു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ കണ്ടു. അവരെല്ലാം ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞ വാക്കെന്താണ്? ഇസ്ബിർ, ക്ഷമിക്കണേ. ഉസ്മാൻ തങ്ങൾ നാളെ വധിക്കപ്പെടുകയാണ്. തലേന്ന് രാത്രി റസൂലുള്ളാഹിനെ കാണുകയാണ്, സിദ്ദീഖ് തങ്ങളെ കാണുകയാണ്, ഉമർ ഖത്താബ് തങ്ങളെ കാണുകയാണ്. ഇവരൊക്കെ ഉസ്മാൻ തങ്ങളോട് പറയാണ്, ഇസ്ബിർ, ക്ഷമിക്കണം കേട്ടോ. യാ ഉസ്മാൻ, നാളെ നോമ്പ് തുറക്കൽ നമ്മോടൊപ്പമാണ്, ക്ഷമിച്ചോ. അങ്ങനെ ഇബാദത്തുമായി വലിയ ബന്ധമാണ്. അസ്മാഉൽ ബദറിന്റെ റിയാദ വീട്ടിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്നാന്റെ റിയാദ വീട്ടിട്ടുണ്ട്. ഇതൊക്കെ തങ്ങൾ തന്നെ പറഞ്ഞതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. 70-ലധികം പ്രാവശ്യം ബദരിയത്തിന്റെ റിയാദ വീട്ടിട്ടുണ്ട്. റിയാദ വീട്ടിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല, അത് അവിടുത്തെ ശൈഖന്മാർ നിർദ്ദേശിച്ചതുപോലെയായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് അസ്മാഉൽ ബദറിന്റെ 313 പേരിൽപ്പെട്ട ഒരു പേര് 313 പ്രാവശ്യം പറയണം. അങ്ങനെ 313 പേര് 313 പ്രാവശ്യം പറയുമ്പോ ഏകദേശം 1,00,000-ഓളം പ്രാവശ്യം പറയണം. അങ്ങനെ 70-ലധികം പ്രാവശ്യം ബദരിയത്തിന്റെ അസ്മാഉൽ ബദറിന്റെ റിയാദ വീട്ടിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ബദരിയത്ത് ചൊല്ലി, ദലായിലുൽ ഖൈറാത്ത് ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, അദ്ദാദ് നിത്യമാക്കി, ഖുർആൻ നിത്യമാക്കി, എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും അതേ കൂറത്തെ ജനങ്ങൾ പറയാണ്. അവിടെ ഉണ്ടായ തറാവിക്ക് ഇമാമത്ത് തങ്ങളാണ്, 5 വക്തിനും ഇമാമത്ത് നിൽക്കുന്ന തങ്ങളാണ്. അങ്ങനെ മരണം വരെ ചെറിയൊരു പള്ളിയിൽ ഖതീബായി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ അംഗമാണ്, നിരവധി മഹല്ലിന്റെ ഖാദിയാണ്. എന്നിട്ട് പോലും കേവലം 50-ന്റെയും 60-ന്റെയും ഇടയിൽ വീടുള്ള കൂറത്തെ ചെറിയ പള്ളി, ആ പള്ളിയിൽ ഖതീബാണെന്ന് പറയാൻ ഒരു വിഷമുണ്ടായില്ല, അവിടെ ഇമാമത്ത് നിൽക്കാൻ ഒരു വിഷമില്ല. ഇങ്ങനെ ദീനിന്റെ സേവനത്തിലൂടെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ പറയാണ്, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവിടെ ഇറങ്ങി വരുമെന്നല്ലേ ഖുർആൻ പറയുന്നത്. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണ്? തങ്ങളെ മരണത്തെ കുറിച്ച് അവിടുത്തെ മകൻ വിശദീകരിക്കുകയാണ്. എന്താ വിശദീകരണോ? മരണത്തിന്റെ സമയത്തുമ്പോ ബാപ്പ മക്കളെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നു കുടിക്കാനുണ്ടാകണം, ആൾക്കാര് വരുന്നുണ്ട്, ആൾക്കാര് വരാനുണ്ട്, അതാ വാതിലൊക്കെ തുറന്നു വെക്കണോ എന്നൊക്കെ പറയുമ്പോ യൂട്യൂബിൽ അതിനിങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, അവര് ദീനിന്റെ ബാലപാട് പോലും പഠിക്കാത്തവരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നത് കണ്ടില്ലേ, മുസ്തഖീമായ വഴിയിൽ ജീവിച്ച മുഅ്മിനീങ്ങള് അവര് മരിക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, അവരെ ഹളറത്തിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നു. മലക്കൾ അവിടെ ഇറങ്ങി വരൂ. അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. എപ്പോഴാണ് മലക്ക് വരുന്നത്? ഒന്ന് ഇൻദൽ മൗതി, മരണത്തിന്റെ സമയത്ത് മലക്കുകൾ വരും. ഇൻദൽ ഖബരി, ഖബറിലേക്ക് മലക്കുകൾ വരും. ഹിസാബി, ഹിസാബിന്റെ സമയത്ത് മലക്കുകൾ വരും. 3 സമയത്ത് സ്വാലിഹീങ്ങളുടെ അടുത്തേക്ക് മലക്കുകൾ വരും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, തീർന്നില്ല. ഇബ്നുൽ ജൗസി തങ്ങള് അസ്സബാത്തു ഇൻദൽ മമാതി എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അതാ സൽമാനുൽ ഫാരിസി തങ്ങള് അവിടുത്തെ മക്കളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് മക്കളോട് എന്താ പറയുന്നത്? അദ്ദേഹം താമസിക്കുന്ന ചെറിയൊരു കൂടാരത്തിലാണ്. ആ കൂടാരത്തിന് അലഹ അർബഅതു അബ്വാബിൽ, 4 ഡോറുള്ള ചെറിയൊരു ഖൈമയാണ് സൽമാനുൽ ഫാരിസി തങ്ങളുടെ. ആ ഖൈമന്റെ അകത്ത് കിടക്കുന്ന സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, ഇഫ്തഹി ഹാദൽ ബാബ്, ആ ഡോറൊന്ന് തുറക്കണേ. മരണത്തിന്റെ സമയത്ത് സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, ഡോറൊന്ന് തുറക്കണേ. എന്നെ കാണാൻ ആൾക്കാർ
ആൾക്കാര് വരുന്നുണ്ട്, എന്നെ കാണാൻ ആൾക്കാര് വരുന്നുണ്ട്. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നുൽ സൗജി തങ്ങൾ അസ്സബാത്ത് ഇൻദൽ മമാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, സുഹൃത്തുക്കളെ, മഹാനായ കൂറത്തങ്ങൾ പറഞ്ഞു മരണത്തിന്റെ സമയത്ത് ആൾക്കാര് വരാനുണ്ട്. യൂട്യൂബിൽ ട്രോളുകയാണ്, ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ചരിത്രോ. പിന്നെന്താ രണ്ടാമത് മകൻ പറയുന്നത്? അതാ രണ്ടാമത് മകൻ പറയുന്നത്, ഞാൻ ഗൗസുൽ ആദമിന്റെ അടുത്തേക്ക് പോകുകയാണ്. അതിനെയും ഇവിടെ പരിഹസിക്കുകയല്ലേ? എന്നാൽ ഖാദിയാദ് തങ്ങൾ ശിഫയിൽ എഴുതി വെച്ചത് കാണാം, ഇബ്നുൽ സൗദി അൽസബാത്ത് ഇൻദൽ മമാത്തിൽ എഴുതി വെച്ചത് കാണാം. എന്താണ്? ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തിന്റെ സമയമെടുത്തപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്തിന് വേണ്ടി കിടക്കുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് അതാ ബിലാൽ തങ്ങൾ ഹദ്റത്തിൽ കരയുന്നു. വാ ഹുസ്നാ, ദുഃഖം പറഞ്ഞിങ്ങനെ കരയുകയാണ്. ദുഃഖം പറഞ്ഞ് കരയുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, മോളെ കരയല്ല, മോളെ കരയല്ല, ഞാൻ ഹബീബിനെ കാണാൻ പോവുകയാണ്, ഞാൻ ഹബീബിന്റെ അടുത്തേക്ക് പോകുകയാണ്, ഹബീബിനെ കാണാൻ പോകുകയാണ്. ഇത് മഹാന്മാരെ ചരിത്രമല്ലേ, ഇമാമികൾ എഴുതി വെക്കുകയല്ലേ? ഒന്നും അറിയാതെ സ്വാലിഹീങ്ങളെ മരണത്തിനെ പരിഹസിക്കുമ്പോ ശ്രദ്ധിക്കണം, ആഖിബത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എത്രയുണ്ട് പറയാൻ, ഇമാമിങ്ങൾ അവരെ കിതാബ് രേഖപ്പെടുത്തുകയല്ലേ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള്, അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊല ചെയ്യപ്പെടുകയാണ്. അതാ മഹാനവറുകൾ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് പറയാണ്, ഇന്നി റഅയ്തു റസൂലുള്ളാഹി അൽ ബാരിഹത ഫിൽ മനാമി, ഞാൻ ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. എന്നിട്ടോ വറഅയ്തു അബൂബക്കറിൻ വ ഉമറ, ഞാൻ അബൂബക്കർ തങ്ങളെ കണ്ടു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ കണ്ടു. അവരെല്ലാം ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞ വാക്കെന്താണ്? ഇസ്ബിർ, ക്ഷമിക്കണേ. ഉസ്മാൻ തങ്ങൾ നാളെ വധിക്കപ്പെടുകയാണ്. തലേന്ന് രാത്രി റസൂലുള്ളാഹിനെ കാണുകയാണ്, സിദ്ദീഖ് തങ്ങളെ കാണുകയാണ്, ഉമർ ഖത്താബ് തങ്ങളെ കാണുകയാണ്. ഇവരൊക്കെ ഉസ്മാൻ തങ്ങളോട് പറയാണ്, ഇസ്ബിർ, ക്ഷമിക്കണം കേട്ടോ. യാ ഉസ്മാൻ, നാളെ നോമ്പ് തുറക്കൽ നമ്മോടൊപ്പമാണ്, ക്ഷമിച്ചോ. ഇതൊക്കെയാണ് സ്വാലിഹീങ്ങളെ മരണം. ആരാണ് സ്വാലിഹീങ്ങൾ എന്നറിയണം, ആരാണ് മഹാന്മാരെന്നറിയണം. എന്നിട്ടല്ലേ സംസാരിക്കേണ്ടത്. ദീനെന്നറിയാതെ മഹാന്മാരെ മരണത്തിന് കൊച്ചാക്കുന്നവര് അവരവരുടെ ആഖിബത്ത് സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ വഫാത്തായി 2 വർഷം കഴിഞ്ഞപ്പോ അതാ സിദ്ദീഖ് തങ്ങൾക്ക് ചെറിയൊരു പനി പിടിക്കുകയാണ്. അങ്ങനെ മകളാകുന്ന ആയിഷ വന്നു. കുടുംബക്കാരൊക്കെ വന്നപ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ്, ഇന്ന് ഏതാണ് ദിവസം? അപ്പോഴാണ് മകൾ ഫാത്തിമ, അതേ മകൾ ആയിഷ പറഞ്ഞു, ബാപ്പാ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, എന്നാൽ ഇന്ന് എന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ പകലിന്റെയും രാത്രിന്റെയും ഇടയിൽ ഞാൻ മരിക്കുകയാണ്. കൈമലർത്തിങ്ങനെ കിടക്കുന്നു. തിങ്കളാഴ്ച അസ്തമാനത്തോടടുക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നു. ഇബ്നുൽ സൗജി തങ്ങൾ ഈ ചരിത്രങ്ങളെല്ലാം അവിടുത്തെ കിതാബിൽ അത് രേഖപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ ആരെന്ത് പറഞ്ഞാലും നമ്മൾക്ക് കൂറത്തങ്ങൾ മരണപ്പെട്ടതുപോലെ, വളവട്ടണം സയ്യിദവറുകൾ മരണപ്പെട്ടതുപോലെ, നമ്മളെ വന്യരായ പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ വഫാത്ത് പോലെ അവരൊക്കെ റാഹത്തോടെ വിട്ടു പിരിഞ്ഞുപോയി. നമ്മുടെ ആഖിബത്ത് എന്തെന്നറിയില്ല, നമ്മുടെ അവസാനം എന്തെന്നറിയില്ല. അജിബ്തു ലിമൻ യുഅ്മിനു ബിൽ മൗതി കൈഫ യഫറഹു. മരണമുണ്ടെന്നറിഞ്ഞ ഒരാള്, മരണമുണ്ടെന്ന് ഉറപ്പിച്ച ഒരാള് എങ്ങനെയാണ് സന്തോഷിക്കുക എന്ന് ചോദിച്ചില്ലേ? മരണം ഉറപ്പാ.
ലൈവിലൂടെ വാല് കേൾക്കുന്നവര്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങള്, പെട്ടെന്നായി സംഭവിക്കുന്ന മരണങ്ങള്, അക്കടപാടുകൾ പൊരുത്തപ്പെടിച്ച് കൊടുക്കേണ്ടത് കൊടുത്ത് എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് സ്വാലിഹായ അമലുകൾ ചെയ്ത് മരണത്തിലേക്ക് ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു.